നടു റോഡിലെ സ്വർണ്ണ കവർച്ച തുടരുകയാണ്. കോഴിക്കോട് കൊടുവള്ളിയിലാണ് ഇന്നലെ രാത്രി സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്നത്. കവർച്ച നടത്തിയ 4 സംഘം സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിൽ എന്നാണ് സംശയം. മൂത്തമലം സ്വദേശി ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം സ്വർണം 2 കിലോ അത് കവരുകയായിരുന്നു. ഇന്നലെ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ് കയ്യിലുള്ള ബാഗ് എടുത്ത് കൊണ്ടുപോയി. ഒരു 10 മണിയാവും. മുറി പറ്റി അപ്പം പോകണം. പേരെന്ന് വെച്ചാൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും. വെള്ള കാർ അകത്തി കാണിച്ചേ. അതിങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ ആശങ്കയിലാണ് അവിടുത്തെ സ്വർണ്ണ വ്യാപാരികൾ. കൃത്യമായ പോലീസ് പട്രോളിംഗ് വേണം, CCTV കർശനമാക്കണം, സുരക്ഷ കർശനമാക്കണം എന്ന് തന്നെ പറയുന്നു കൊടുവള്ളിയിലെ വ്യാപാരികൾ. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രികാലങ്ങളിൽ കട അടച്ചു പോകുന്ന സമയത്ത് സ്വർണം കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. മോഷ്ടാക്കൾ ഏത് രീതിയിലാണ് ഏത് സമയത്താണ് വരിക തലക്കടിക്കാമെന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കൊടുവള്ളിയിലൊക്കെ ഉള്ള സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൗണും പരിസരവും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. സ്വർണം കയ്യിലുണ്ടാവണമെന്നില്ല, ഇത് വരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കവറോ ഒരു പാക്കറ്റോ കയ്യിൽ കണ്ടാൽ തലക്കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സമീർ സി മുഹമ്മദാണ് വാർത്തകൾ ഒരുമിച്ചത്. സമീർ, ഇത് ചെറിയ കളിയല്ല, ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. മാത്രമല്ല ഈ വ്യാപാരികൾ പറയുന്നത് സ്വർണം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ബിജുവിനെ അപായപ്പെടുത്തുമായിരുന്നു എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് 2 കിലോ സ്വർണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ചൊരു ചെറിയ അളവ് സ്വർണ്ണവുമല്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായി അറിയുന്ന ആൾക്കാർ തന്നെയാണ് എന്ന് പോലീസ് കരുതുന്നുണ്ടോ? ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഏത് വഴിക്കാണ് സമീർ? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ രാത്രി കൊടുവള്ളി ടൗണിൽ നിന്ന് കടയടച്ച് വീട്ടിലേക്ക് പോകും വഴിയാണ് ബൈജു എന്ന വ്യക്തി ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആ കാറിലെത്തിയ 4 അംഗ സംഘമാണ് ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഇദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന 1 കിലോ 1.75 കിലോഗ്രാം തൂക്കം വരുന്ന 1,25 ലക്ഷം രൂപയുടെ സ്വർണവുമായി കടന്നു കളഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം പിടിവലി നടത്തുന്നുണ്ട്, ആ ബാഗ് തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ വേളയിലാണ് കത്തി കാണിച്ചുകൊണ്ട് അടുത്തു വന്നാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ആ കത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ആ ബാഗ് അവർ കൈക്കലാക്കി എന്നതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ കൊലപ്പെടുത്തുമായിരുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതിൽ വലിയ ആശങ്കയാണ് ബൈജു പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൊടുവള്ളിയിലുള്ള സ്വർണ്ണ വെള്ളി ആഭരണ ശാലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ അസോസിയേഷൻ ഭാരവാഹികളും അത്തരം ആശങ്കയാണ് പങ്കുവെക്കുന്നത്. കൈവശം ഒന്നും ഇല്ല എങ്കിലും ഒരു കവറാണ് കയ്യിലുള്ളത് എങ്കിൽ പോലും തങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ നഗരമേഖലയിൽ പ്രത്യേകിച്ചും കൊടുവള്ളി വലിയ രീതിയിൽ സ്വർണ്ണ കടകളുള്ള ഒരു മേഖലയാണ്. ഏറ്റവും അധികം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ജ്വല്ലറി വിൽപ്പന നടത്തുന്ന അത്തരത്തിലുള്ള ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ള ഒരു പരാതി കൂടി ഈ ആളുകൾ അവിടുന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായിട്ട് മുന്നേറുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ലഭ്യമായിരിക്കുന്ന ഒരു കാറാണ്. ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് പക്ഷേ പരിശോധിക്കുമ്പോൾ അത് കാസർഗോഡ് രജിസ്റ്റർ ചെയ്ത കാറാണ്. അതിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഉടമയുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ആ കാർ ഇന്നലെ രാത്രി അവിടെ നിന്ന് പോന്നിട്ടില്ല, അത് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഘം അക്രമം നടത്തിയത് എന്നും ഒപ്പം തന്നെ ബൈജു ഈ സമയത്ത് വീട്ടിലേക്ക് മടങ്ങാറുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന സംഘം തന്നെയായിരിക്കാം ഇതിന് പിന്നിൽ എന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ആ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വ്യാപാരികൾ ഒരു മതിയായ സുരക്ഷ എടുക്കാത്തത്? ബൈക്കിലൊക്കെ സ്വർണം കൊണ്ടുപോകുന്നത് നേരത്തെയൊക്കെ പറയും ഇത് ഇത്രയും 1 കോടി രൂപയുടെ സ്വർണം എന്ന് പറഞ്ഞാൽ ചെറിയ കളിയാണോ? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അതും ചോദ്യമാണ്. പക്ഷേ വ്യാപാരികൾ പറയുന്ന മട്ടിൽ കയ്യിലൊരു ചെറിയ കവറാണെങ്കിൽ കൂടിയും ഇനി വന്ന് അപായം ഏൽപ്പിക്കുമോ, ദേഹോദരം ഏൽപ്പിക്കുമോ, ഒരുപക്ഷെ ജീവൻ തന്നെ എടുത്തുകൊണ്ട് പോകുമോ ഈ മോഷ്ടാക്കൾ എന്നുള്ളവരുടെ ആശങ്ക അത് പരിഹരിച്ചാൽ മതിയാവുകയുള്ളൂ.